സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിനൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസ് ഓരോ ക്ലാസ്സും അതിൻ്റെ ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രേഡ് 10 ലെസൺ 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു അല്ലേ. HCP, CCP, പിന്നെ സ്ക്വയർ, ത്രീ ഡയമെൻഷനിലെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന് തന്നെ നമ്മൾ സിമ്പിൾ, ക്യൂബിക്, ലാറ്റിസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ടെക്സ്റ്റ് വായിച്ചാൽ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് കൂടെ കേട്ടാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എക്സാമിന് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യും ഇങ്ങനെ, അല്ലാതെ നമുക്കിപ്പോൾ എക്സാമിന് ആദ്യം ഇങ്ങനെ സ്പിയർ വയ്ക്കൂ അങ്ങനെയൊന്നും പറഞ്ഞാൽ മാർക്ക് കിട്ടില്ലല്ലോ. അപ്പം നമുക്ക് വേണ്ടത് അപ് ടു ദ പോയിൻ്റ്. അപ്പം ഞാൻ ഇന്ന് അതിനെ ബേസ് ചെയ്ത്, അതായത് പോയിൻ്റ് വൈസ് എന്നുള്ളത് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ 3 ഡയമെൻഷൻ്റെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ, ഇങ്ങനെയുള്ള കുറേ സ്പേസ്, അതിനെ നമ്മൾ എന്താ പറയുക, വോയിഡ്സ് എന്ന് പറയും അല്ലേ. സോ വാട്ട് ഈസ് മെൻ ബൈ എ വോയിഡ്? അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചോദിക്കാറുണ്ട്. The vacant or empty space in a closed packed structures are called interstitial voids. അതായത് ഉള്ളിലുള്ള voids എന്നാണ് പറയുന്നത്. സോ what is meant by voids? The vacant sites or empty space. അതായത് ഒരു വേക്കൻ്റ് ആയിട്ടുള്ള സൈറ്റുകളെ അല്ലെങ്കിൽ എംപ്റ്റി സ്പേസിനെ ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, voids. അപ്പം ഇൻ ഓൾ ക്ലോസ് പാക്കിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. അതായത് ഇൻ ഓൾ ക്ലോസ് പാക്കിംഗ് ദർ ആർ 2 types ഓഫ് voids. 2 types ഓഫ് voids കാണുന്നുണ്ട്. ദേ ആർ കോൾഡ് ആസ് ടെട്രാഹീഡ്രൽ voids ആൻഡ് ഒക്ടാഹീഡ്രൽ voids. ടെട്രാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4 സൈഡുള്ള അല്ലേ ടെട്രാഹീഡ്രൽ സ്ട്രക്ചേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഒക്ടാഹീഡ്രൽ, ഒക്ട എന്ന് പറഞ്ഞാൽ 6 സൈഡ്സ്, ടെട്ര എന്ന് പറയുമ്പോൾ 4 സൈഡ്സ്. പിന്നെ നമ്മൾ വിചാരിക്കുക എവിടെയാണ് നമ്മൾ അങ്ങനത്തെ voids കണ്ടതെന്ന് അല്ലേ. So we can call, there are 2 types of voids. They are called as octahedral voids and tetrahedral void. Tetra 4, octa 6. അപ്പോൾ നമ്മൾ നോക്കുക എങ്ങനെയാണ് ടെട്രാഹീഡ്രൽ വോയിഡ് ഫോം ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, നമ്മളിങ്ങനത്തെ പേപ്പേഴ്സൊക്കെ വെച്ചു. പക്ഷേ ശരിക്കും എന്താണ്, നമ്മൾ ആറ്റംസിന് ഹാർഡ് സ്പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതേപോലത്തെ ബോൾ പോലെയാണ് നമ്മൾ ആറ്റംസ് പഠിക്കാൻ വേണ്ടി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ബുക്കിലൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഐ ജസ്റ്റ് കട്ട് ദിസ് പേപ്പേഴ്സ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാവുക, എങ്ങനെയാണ് ഇതേപോലെ ഹാർഡ് സ്പിയേഴ്സാണ് നമ്മുടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന ഓരോ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണല്ലോ അറേഞ്ച്മെൻറ്റ്സ് അല്ലേ. നമുക്കറിയാം ഇങ്ങനെ തൊട്ടടുത്ത് അതിൻ്റെ താഴെ ഈ വേക്കൻറ്റ് സ്പേസിൽ അല്ലേ, ഇങ്ങനെയായിരുന്നു നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നല്ലോ, അത് തന്നെയാണ് ഇവിടെ ഇത് കണ്ടോ, ഇതാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടില്ല, ഇതൊരു വോയിഡ്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ എങ്ങനെയാണ് പ്ലേസ് ചെയ്തത്, സെക്കൻഡ് ലെയർ ജസ്റ്റ് ഈ ഡിപ്രഷനിൽ അല്ലേ കാണുന്നുണ്ടല്ലോ, ഇവർ രണ്ട് വെച്ച് ഫസ്റ്റ് ലെയറിൻ്റെ ഡിപ്രഷനിൽ നമ്മളിങ്ങനെ സെക്കൻഡ് ലെയർ വെക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ലെയർ വെച്ച സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കൂ കേട്ടോ. ഇങ്ങനെ 4 എണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഒരു വോയിഡ് കാണാം. ഞാൻ ഈ 4 എണ്ണം വെച്ചപ്പം അപ്പോൾ ഇത് നമ്മൾ ഈ ഫസ്റ്റ് ശരിക്കും ഇത് ഒരേ കളർ ബോൾ വേണം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള ബോൾ വെച്ചിട്ടാണ്. അപ്പം ഈ 3 ആൾക്കാർ വന്നപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വോയിഡ് വന്നു. ഈ ട്രയാങ്കിൾ വോയിഡിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വെക്കണത്. അപ്പം നിങ്ങൾക്ക് എന്ത് കാണാതാ, ഒരു ടെട്രാഹീഡ്രൽ ഷേപ്പ് കണ്ടോ. താഴെയുള്ള 3 ആൾക്കാരും ഇവരും കൂടെ വരുമ്പം വി ആർ ഗെറ്റിംഗ് എ ടെട്രാഹീഡ്രൻ ഷേപ്പ് കേട്ടോ. ആ 3 താഴെയുള്ള 3 ആൾക്കാരെ സെൻറ്റേഴ്സും ഇവരും കൂടെ വി വിൽ ബി ഗെറ്റിംഗ് എ ടെട്രാഹീഡ്രൽ. 4 ആൾക്കാരെ സെൻറ്റേഴ്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എ ടെട്രാഹീഡ്രൽ ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു, അവിടെ ഒരു വോയിഡ് കണ്ടില്ലേ. ആ വോയിഡിനെ നമ്മൾ എന്ത് ചെയ്തു, ആ 4 കോർണേഴ്സ്, അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 3 ബോൾസ് 1, 2, 3 ഇതിൻ്റെ സെൻറ്ററും അതായത് ഈ വെക്കണ ഈ ബോളിൻ്റെ സെൻറ്ററും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം ദ വേർട്ടിസസ് ഓഫ് എ റെഗുലർ ടെട്രാഹീഡ്രൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ടെട്രാഹീഡ്രൻ്റെ ഷേപ്പ് അറിയണമല്ലോ അല്ലേ. ഇതേപോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്. അതെ, ഈ കാണിക്കുന്നത് നമ്മുടെ മുകളിലുള്ള ബോൾ,
ഈ താഴെയുള്ളത് ഇതാ നമ്മുടെ ഈ മൂന്ന് സർക്കിൾ 1 2 3 ഇതാണ് ഈ 3 സർക്കിൾ. ഈ ബോളും കൂടെ വെച്ച് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുമല്ലോ, ഈ സ്പേസ് ഇവിടെ സ്പേസിൽ വെക്കുമ്പോൾ എന്ത് പറ്റും, നമുക്കത് ജോയിൻ ചെയ്ത് വി വിൽ ഗെറ്റ് എ റെഗുലർ ടെട്രാഹീഡ്രൻ ഷേപ്പ്. അതുകൊണ്ടാണ് ആ വോയിഡിനെ നമ്മൾ എന്ത് പറയുന്നത്, tetrahedral void. So what is tetrahedral void? The void surrounded by 4 spheres. ഏത് 4 spheres 1 2 3 പിന്നെ ഇതിൻ്റെ മുകളിലുള്ള സ്പേസ് 4 spheres lying at the vertices of a regular tetrahedron. ഒരു റെഗുലർ ടെട്രാഹീഡ്രൻ്റെ ഷേപ്പിൽ ഫോം ചെയ്യുന്ന ഒരു void. So we know that void എന്ന് പറഞ്ഞാൽ free space in a 3-dimensional arrangement ആണ്. There are 2 types of voids എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് void ആണ് tetrahedral void. The void is surrounded by 4 spheres lying at the vertices of a regular tetrahedron. അടുത്തത് എന്താ, octahedral void. The void is generated by 6 spheres lying at the vertices of a octahedron. 6 അതിപ്പോൾ ബോൾ വെച്ച് കാണിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കൊരു 6 സ്പിയേഴ്സ് ഇപ്പം എന്താ ചെയ്തിരുന്നത് കണ്ടില്ല, ആദ്യം ഫസ്റ്റ് ലെയർ, പിന്നെ ആ ഫസ്റ്റ് ലെയറിൻ്റെ ഡിപ്രഷനിൽ നമ്മളിങ്ങനെ സെക്കൻഡ് ലെയർ വെച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വോയിഡ് കാണുന്നുണ്ടല്ലോ, ഇത് ശരിക്കും നമ്മൾ ബോൾസ് വെക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ് വിൽ ബി ഷേപ്പ് ഓഫ് എ 6, ഒരു സ്റ്റാർ ഷേപ്പ് പോലെ നമുക്ക് ഈ ഒരു വോയിഡ് കിട്ടും, ഇവിടെയുള്ളൊരു വോയിഡ്. അപ്പം ആ ഒരു വോയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, octahedral void. The void is generated by 6 spheres lying at the vertex. 6 spheres ഏതൊക്കെയാണ് കണ്ടോ, താഴെയുള്ള 1 2 3യും ഈ മുകളിൽ വെക്കുന്ന 1 2 3യും, താഴെയുള്ള പച്ച 3 എണ്ണം കണ്ടില്ലേ ഗ്രീൻ 3യും, ഈ തൊട്ട് മുകളിലുള്ള 3 എണ്ണം കൂടെ, അതായത് 1 2 3 ഈ 3 എണ്ണം, ഈ യെല്ലോ 1 2 3 ഈ 3 എണ്ണം കൂടെ വെച്ചാലാണ് നമുക്ക് octahedral കിട്ടുക. കാരണം എങ്ങനെയാണ് ഉണ്ടാവുക അറിയുക, നമുക്ക് ഇങ്ങനെ താഴെയുള്ള 3 ആൾക്കാർ എങ്ങനെയാണ് നിൽക്കുന്നത്, 1 1 2 3 ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് രണ്ടും വെച്ചിട്ട് നോക്കിയാലും നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ഇതാണ് കവർ ചെയ്യുന്നത് അല്ലേ, അവരുടെ ഗ്യാപ്പ് കവർ ചെയ്തത് കണ്ടോ, ഇതും ഒരു സ്റ്റാർ പോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വെക്കുമ്പം വി വിൽ ബി ഗെറ്റിംഗ് എ ഷേപ്പ് ഓഫ്, ഇവിടെ ഒരു octahedral ഷേപ്പിലുള്ള ഒരു വോയിഡ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് octahedral void എന്ന് പറയുന്നത്, the void generated by 6 spheres lying at the vertices of a regular octahedron. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. എക്സാമിന് ചോദിക്കാം what is meant by tetrahedral void? The void generated by 4 spheres lying at the vertices of a regular tetrahedron. Octahedral void, the void generated by the 6 spheres lying at the vertices of a regular octahedron. അപ്പം നമുക്കറിയാം ഇൻ 3-dimensional ക്ലോസ് പാക്കിംഗ്, അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ 3-dimensional ക്ലോസ് പാക്കിംഗ് ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു 3-dimensional ക്ലോസ് പാക്കിംഗ് എടുക്കുകയാണെങ്കിൽ അതിലിപ്പം എക്സ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് എക്സ് നമ്പർ, ഇപ്പോൾ നമുക്കറിയാം എക്സ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകും, 1 2 പാർട്ടിക്കിൾസ് കൊണ്ട് 3-dimensional ആവില്ലല്ലോ, അപ്പം മോർ ദാൻ 30 40 അങ്ങനെ എത്രയോ പാർട്ടിക്കിൾസ് ആയിട്ട് എക്സ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൽ എക്സ് നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സും x number of octahedral voidsഉം 2x number of tetrahedral voidsഉം ഉണ്ടാവും. അതായത് ഇൻ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചറിൽ നമ്മൾ n സ്പിയേഴ്സ് വെച്ചിട്ട്, അതായത് n ആറ്റംസ് വെച്ചിട്ടാണ് ഒരു ക്ലോസ് പാക്കിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ളെങ്കിൽ അതിൽ എത്ര octahedral void ഉണ്ടാവും, എത്ര സ്പിയേഴ്സ് കൊണ്ടാണ് ആ ക്രിസ്റ്റൽ ഉണ്ടായിരിക്കുന്നത് അത്രയും octahedral voidsഉം എത്ര ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടാവും, ട്വൈസ് ദി നമ്പർ. ഇപ്പം 10 സ്പിയേഴ്സ് കൊണ്ട് നമുക്ക് 3-dimensional ആവില്ല, ജസ്റ്റ് 10 സ്പിയേഴ്സ് കൊണ്ട് നമ്മൾ ക്ലോസ് പാക്കിംഗ് ഉണ്ടെങ്കിൽ അതിൽ 10 octahedral voidഉം 20 ടെട്രാഹീഡ്രൽ വോയിഡ്സും ഉണ്ടാവും എന്നാണ് കാണുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചറിൽ വെരി ഇമ്പോർട്ടൻറ്റ് ദിസ് ഫോർമുല, ബിക്കോസ് ഇതിൻ്റെ ബേസിസിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇഫൊരു നമ്മളൊരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത് n നമ്പർ ഓഫ് സ്പിയേഴ്സ് ആണെങ്കിൽ അതിൽ n നമ്പർ ഓഫ് octahedral voidsഉം 2n നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സും ഉണ്ടായിരിക്കും. അപ്പം അതുതന്നെയാണ് ഇവിടെ പറഞ്ഞ ഇൻ 2-dimensional ക്ലോസ് പാക്കിംഗ് ദർ ആർ 2 tetrahedral void and 1 octahedral. 1 ആലോചിക്കുക എളുപ്പമാണ്, ഓയും 1ൻ്റെ ഓയും ഒരേപോലെ തന്നെ. അപ്പോൾ 1 octahedral void, കാരണം കൺഫ്യൂസ്ഡ് ആവരുതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറിയ കോഡൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഓന്ന് ആലോചിച്ചാൽ മതി. 1 octahedral voids present per
voids present per particle. അപ്പോൾ ഇനി അടുത്ത് നമ്മളിപ്പോൾ എച്ച് സി പിയും സി സി പിയും എന്താ എച്ച് സി പി ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, സി സി പി ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ 3 ഡയമെൻഷനിൽ. ഇപ്പം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ മുകളിൽ വെക്കുന്ന ലെയറിൻ്റെ ഡിഫറൻസിലാണ് എച്ച് സി പിയും സി സി പി. അപ്പോൾ എന്താണ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കാം. In HCP and CCP, the first layer is 2 dimensional hexagonal close packing. ഓർമ്മയുണ്ടല്ലോ HCPയിലും CCPയിലും the first layer is എന്തായിരുന്നു 2 dimensional hexagonal close packing തന്നെയാണ്. ഓർമ്മയുണ്ട് അല്ലേ? അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. Then the spheres of the second layers are produced at the depression of the first layer. അപ്പോൾ സെക്കൻഡ് ലെയർ വെക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. സെക്കൻഡ് ലെയർ ഇസ് പ്രൊഡ്യൂസ്ഡ് എങ്ങനെയായിരുന്നു? ബൈ കീപ്പിംഗ് ദി സ്ഫിയേഴ്സ് ഓൺ ദി ഡിപ്രഷൻ ഓഫ് ദി ഫസ്റ്റ് ലെയർ. ഇതന്നെയായിരുന്നു രണ്ടാളും സെക്കൻഡ് ലെയറിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇനി വരുന്നതാണ് വ്യത്യാസം. ഇനി എച്ച് സി പിയിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എച്ച് സി പി ആൻഡ് സി സി പി ഈസ് ഇൻ ദ പ്ലേസ്മെൻറ്റ് ഓഫ് ദി തേർഡ് ലെയർ. ഇൻ എച്ച് സി പി the third layer is above the tetrahedral void. The third layer is vertically above the first layer. നമ്മൾ കഴിഞ്ഞ ദിവസം പിക്ചറൊക്കെ വെച്ചപ്പോൾ ഈ വോയിഡ്സിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡിപ്രഷനിൽ ഇത് വെക്കണം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ പോർഷൻ മനസ്സിലായവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അപ്പം ഇനിയൊരു എക്സാമിന് ചോദിക്കുകയാണ് വാട്ട് ഇസ് മെൻ ബൈ എച്ച് സി പി, വാട്ട് ഇസ് മെൻ ബൈ സി സി പി അറേഞ്ച്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഇൻ എച്ച് സി പി ആൻഡ് സി സി പി ദ ഫസ്റ്റ് ലെയർ ഈസ് ദി 2 dimensional hexagonal close packing. The sphere of the second layer are placed at the depression of the first layer, and the difference in HCP and CCP is in the placement of the third layer. Third layerൻ്റെ പ്ലേസ്മെൻറ്റിലാണ് ഡിഫറൻസ് വരുന്നത്. This in HCPയിൽ the spheres of the third layer is placed above the tetrahedral void. The third layer is vertically above the first layer, and that is called as AB type arrangement. കിട്ടുന്നുണ്ടല്ലോ AB type. അപ്പം what is HCP arrangement എന്ന് വെച്ചാൽ in HCP arrangement നിങ്ങൾക്ക് പറയാം first layer is just like 2 dimensional hexagonal close packing. The second layer is placed above the depression of the first layer, and the third layer is placed above the tetrahedral void. Thus, അപ്പോൾ third layer ഇതിൻ്റെ മുകളിലാണ് വരുന്നത് just same like of the first layer. So this is known as AB type of arrangement. Next എന്താണ് CCP arrangement. The spheres of the third layer is vertically above the octahedral void. ഇവിടെ എങ്ങനെയാ? Third layer is placed above the octahedral void. Thus the fourth layer is vertically above the first layer. Fourth layer എന്ന് പറഞ്ഞാൽ ABC. തേർഡ് ലെയർ ഡിഫറെൻ്റ് തന്നെയാണ്. പിന്നെ വരുന്ന ഫോർത്ത് ലെയർ എന്ന് പറയുന്നത് നമ്മൾ ഏതുപോലെയാണ്? ഫസ്റ്റ് ലെയർ പോലെയാണെന്നാണ്. ഇത് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ എൻ്റെ ലാസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ വെച്ച് അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. So spheres of the third layer in CCP, the first layer is same like that of the hexagonal 2-dimensional close packing. The second layer is placed at the depression of the first layer. Difference എവിടെയാ? third layer. The third layer is placed above the octahedral void. അപ്പം third layer എവിടെയാണ്? Thus the fourth layer is same like that of the first layer, and so that is called as ABC arrangement. ഇനി ഇത് ആലോചിക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. ഈ സി ഇങ്ങനെ ഒന്ന് കവർ ചെയ്താൽ ഓ പോലെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം CCP arrangement is produced by placing the third layer of the octahedral void. ഇത് octaന്ന് കിട്ടിയത് ടെട്രാഹീഡ്രൽ വോയിഡാന്ന് കിട്ടിയല്ലോ. ഇനി CCP ആണോ HCP ആണോ ഏതാണ് ABC എന്നുള്ളത് ആലോചിക്കാൻ എളുപ്പമാണ്. CCPയിൽ C ഉണ്ട്, അപ്പോൾ ABC. HCPയിൽ H അല്ലേ ഫസ്റ്റ് വരുന്നത്, CP നോക്കണ്ട, എച്ചും സിയും. CCPയിൽ C ആണ് ഫസ്റ്റ്, അപ്പോൾ ABC ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. HCPയിൽ AB ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇനി തെറ്റിക്കില്ലല്ലോ, ഇത് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ HCP CCP അതൊക്കെ. അപ്പോൾ in both packing number of tetrahedral void per spheres is 2. ഞാൻ പറഞ്ഞു ടെട്രാഹീഡ്രൽ. അപ്പോൾ എത്ര ടെട്രാഹീഡ്രൽ വോയിഡ് എത്ര ഒക്ടാഹീഡ്രൽ വോയിഡ് ആലോചിക്കാനും എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. 2 × 2 ആണല്ലോ 4 അല്ലേ, നമ്മളങ്ങനെ ഇവിടെ 2 2 4, 2 × 2 4. അപ്പോൾ ടെട്രാ എന്ന് പറഞ്ഞാൽ 4, അപ്പോൾ 2n ആലോചിച്ച് നോക്കുക. 2 × 2 എന്നല്ല, ബട്ട് 2n ആലോചിച്ച് നോക്കുക. 2 × 2 ആണ് 4. അപ്പോൾ 2n നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് ആൻഡ് 1 ഒക്ടാഹീഡ്രൽ വോയിഡ്.
O ഞാൻ ഇപ്പോൾ പറഞ്ഞതല്ലേ O1ഉം ഓക്കെയും ഒരേ ആണ്. അപ്പോൾ ഒക്ടാഹീഡ്രൽ ബോണ്ട് ഒന്നേ ഉള്ളൂ. അപ്പം ഇനി പറയാനുള്ളത് കോർഡിനേഷൻ നമ്പർ. അതിൻ്റെ മുന്നൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പറയണം ഈസി ആയിട്ട്. What is a tetrahedral bond? What is an octahedral bond? What is the difference between HCP and CCP? Or how HCP arrangement is formed? Why HCP is called as AB type of arrangement? Or why CCP is called as ABC type of arrangement? ഇതൊക്കെ ചോദിച്ചാലുള്ള ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ നോട്ട്സ് ചോദിക്കുന്നുണ്ട്. നോട്ട്സ് എങ്ങനെയാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ നോട്ട്സ് ഇടാം. അപ്പം ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്കൊരു ജോയിൻ ബട്ടൺ കാണും. അപ്പം ഞാൻ അതൊരു പേയ്മെൻ്റ് ഉള്ള ബട്ടനാണ് ജോയിൻ ബട്ടൺ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഈ ജോയിൻ ബട്ടണിൽ ഞാൻ ചെറിയൊരു ചാർജ് വെച്ചിട്ടുണ്ട് നോട്ട്സിന്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ നോട്ട്സ് വേണ്ടില്ല. കുറേ പേർക്ക് സ്കൂൾസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, കുറേ പേരുടെ കയ്യിൽ എക്സ്ട്രാ നോട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പം ആവശ്യക്കാർ, അതായത് ജെന്യൂനായിട്ട് വേണം എന്നല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ എനിക്കിങ്ങനെ ഇമെയിൽ അഡ്രസ്സ് വാങ്ങിയിട്ട് എനിക്കങ്ങനെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരാൻ അത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ മീ ബിക്കോസ് ഐ എം പ്രിപ്പയറിംഗ് ദ നോട്ട്സ്. ഞാനിത് നിങ്ങൾ എന്നോട് നോട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാനത് ടൈപ്പ് ചെയ്ത് PDF ആക്കിയിട്ട് വേണം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ദോസ് ഹു നീഡ് ദ നോട്ട്സ് ദേ ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ദ ജോയിൻ ബട്ടൺ. അതൊരു ചെറിയ ചാർജുള്ള ബട്ടനാണ്, പൈസ ഉണ്ട് ആ ബട്ടന്. അപ്പം അത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ മാതിരി തന്നെയാണ്, അത് ചാർജ് ഉണ്ട് അതിന്. അപ്പോൾ നിങ്ങൾ അത് ജെന്യൂൻ ആയിട്ടുള്ള ആവശ്യക്കാരാണെങ്കിൽ യു ക്യാൻ ജോയിൻ ദറ്റ് ബട്ടൺ. അപ്പോൾ ജോയിൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് നോട്ട്സ് വേണ്ടതാണ്. സോ ഐ ക്യാൻ സീ, എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പകരമായിട്ട് എൻ്റെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത മെമ്പേഴ്സ് ആയിരിക്കും നിങ്ങൾ. അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് സ്പെഷ്യലി ഇൻട്രാക്ട് ചെയ്തിട്ട് ഐ ക്യാൻ പ്രൊവൈഡ് ദ നോട്ട്സ് ത്രൂ ഇമെയിൽ. അപ്പോൾ ഞാൻ ആ കുട്ടികൾക്ക് മാത്രം, അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം, ജെന്യൂൻ അല്ലാത്തവർ ജോയിൻ ചെയ്യില്ല. കാരണം പല ആൾക്കാർ വെറുതെ വന്ന് കാണുന്നവരുണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോണവരുണ്ട്. അപ്പം പഠിക്കാൻ ഉണ്ട്, നമുക്ക് ഇത് എൻ്റെ നോട്ട്സ് ഓക്കെ ആണെന്നുള്ളവർക്ക് യു ക്യാൻ പ്രസ് ദ ജോയിൻ ബട്ടൺ. സോ ഐ വിൽ പ്രൊവൈഡ് ദ PDF നോട്ട്സ് ടു യുവർ ഇമെയിൽ അഡ്രസ് വിച്ച് യു പ്രൊവൈഡ് മീ പേഴ്സണലി. അപ്പോൾ എനിക്ക് പേഴ്സണലി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് തരാം. സോ ഐ ക്യാൻ പ്രൊവൈഡ് യു ദ നോട്ട്സ്. ചിലവർ എനിക്ക് വാട്സപ്പ് ഡിപ്പെൻസ്, ഓരോരുത്തർ ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ടുള്ള നോട്ട്സ് തരാം. അപ്പോൾ മന്ത്ലിയാണ് അതിനൊരു ചെറിയ ചാർജ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു മന്തിൽ ഞാനിപ്പം ഈ സോളിഡ് സ്റ്റേറ്റിൻ്റെ കംപ്ലീറ്റ് നോട്ട് വിത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാനതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഒരിക്കലും നിർബന്ധിച്ച് ചെയ്യുന്ന ഒന്നുമല്ല, നോട്ട്സ് ചോദിക്കുന്നവരോട് പറയാം. കാരണം എല്ലാവരും ചോദിക്കും നോട്ട്സ് ഉണ്ടോ. അപ്പം എനിക്ക് എല്ലാവർക്കും അങ്ങനെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ എങ്ങനെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ബെറ്റർ അങ്ങനെ ജോയിൻ ചെയ്യുന്നവർക്ക് അവർക്കാണ് പ്രിഫറൻസ്. അവരെയാണ് എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും, അവർ നിങ്ങൾ ചോദിക്കുന്ന കമൻറ്റ്സ്. അപ്പോൾ കാരണം നിങ്ങൾ പെയ്ഡ് ആയതുകൊണ്ട് ഐ ക്യാൻ പേഴ്സണലി നിങ്ങളായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഐ ക്യാൻ പ്രൊവൈഡ് ദ നോട്ട്സ് ത്രൂ ഇമെയിൽ. നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലാതെ പബ്ലിക്കായിട്ട് നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദോസ് ഹു നീഡ്, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്തോളൂ. ദെൻ ഐ വിൽ പ്രൊവൈഡ് ദ നോട്ട്സ് ടു യുവർ ഇമെയിൽ അഡ്രസ്. ഓക്കെ. അപ്പോൾ അടുത്തത്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ക്രിസ്റ്റൽസിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ പഠിക്കണത് അല്ലേ. ക്രിസ്റ്റൽസാണ്. അപ്പം അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് നമ്മൾ പഠിച്ചു. കോവലൻ്റ് ഉണ്ട്, അയണിക് ഉണ്ട്, പല ടൈപ്പ് ഓഫ്. അപ്പോൾ ഇനിയിപ്പോൾ പറയുന്നത് അയോണിക് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ്, അയോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ അയോണിക് ക്രിസ്റ്റൽസിൽ നമുക്കറിയാം കാറ്റയോണുണ്ട്, ആനയോണുണ്ട് അല്ലേ. പോസിറ്റീവ് അയോൺസും ഉണ്ട്, നെഗറ്റീവ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാം NaC അല്ലേ. Naയിൽ എന്തുണ്ട്, Na+ ഉണ്ട്, Cl- ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ക്രിസ്റ്റൽസിൽ അവരുടെ സൈസ് ഡിഫറൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ NaCl എന്ന് പറഞ്ഞ ക്രിസ്റ്റൽ എടുക്കുമ്പം Na+ and Cl-, ഇവരിൽ സൈസ് ഡിഫറൻസ് ആയിരിക്കും. രണ്ടാളും ഒരേ സൈസ് അല്ല, കാരണം രണ്ടാളും രണ്ട് എലിമെൻ്റ്, രണ്ട് ഗ്രൂപ്പിലുള്ളതാണ്. അവരുടെ കുറേ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ്, അപ്പോൾ അവരുടെ സൈസും ഡിഫറെൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന കേസിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോൾ വലിയ ക്രിസ്റ്റൽസ് ആയിരിക്കും എന്ത് ഫോം ചെയ്യുന്നുണ്ടാവുക, വലിയ ക്രിസ്റ്റൽസ് ആയിരിക്കും. നമ്മളിപ്പോൾ പറയുന്ന പോലെ അവരായിരിക്കും ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ, ഈ വോയിഡ്സിലൊക്കെ ഇപ്പം വലിയ ആൾക്കാർ എന്ത് പോകുന്നു, ഞാൻ പറഞ്ഞു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നുണ്ടോ. ഇവരുടെ ഈ ഗ്യാപ്പിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇൻഡസ്ട്രീഷ്യൽ വോയിഡ്സ് ഉണ്ടല്ലോ, ആ വോയിഡ്സ് കയറിയിട്ടായിരിക്കും ഈ സ്മോളർ അയോൺസ് പ്ലേസ് ചെയ്തിരിക്കുക. അതായത് in ionic crystal, since the cation and anion differ in size, it is not possible for both of them to have the closed pack structure. If one iris is bigger in size than the other, then the smaller one fits into the holes. ഈ ചെറിയ ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഇൻഡസ്ട്രീഷ്യൽ ഹോൾസിൽ പോയിട്ട്
നിൽക്കുന്നത് കാണാം. ഇപ്പം ഒരേപോലത്തെ സൈസ് ഉള്ളവരാകുമ്പോൾ ദേ വിൽ ഫോം, അതായത് അവർ ഒരേപോലത്തെ. ഇപ്പം ഡിഫറൻസ് ഉള്ള ആൾക്കാർ എന്തെന്ന് വെച്ചാൽ വലിയ ആൾക്കാർ കയറിയിട്ട് ക്രിസ്റ്റൽസും ഉണ്ടാക്കും, ഹോൾസിൽ കയറിയിട്ട് ഈ സ്മോൾ ക്രിസ്റ്റൽസ് സ്മോൾ അയോൺസ് കയറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കും. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് കോഓർഡിനേഷൻ നമ്പറാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ക്ലിയർ ആവില്ല, ഞാൻ ഫോട്ടോസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതോടൊപ്പം. എന്താണ് കോർഡിനേഷൻ നമ്പർ നമുക്കറിയാം. ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് ദ നമ്പർ ഓഫ് നെയ്ബേഴ്സ് ഓഫ് എനി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ, അല്ലേ, ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളിൻ്റെ തൊട്ടടുത്തുള്ള എത്ര ആൾക്കാരുണ്ട് അവരാണ് അവരുടെ കോർഡിനേഷൻ നമ്പർ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ BCCയിലും സിമ്പിൾ ക്യൂബിക്കിലും ബോഡി സെൻറ്റേർഡിലും ഫേസ് സെൻറ്റേർഡ്. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഈ 3 ഡയമെൻഷണൽ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ CCP HCP ഒക്കെ പഠിച്ചില്ലേ, ഇനി അവരെ കോർഡിനേഷൻ നമ്പറാണ് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ HCP ആൻഡ് CCP പാക്കിംഗ് ഈച്ച് സ്ഫിയർ ഈസ് ഇൻ ടച്ച് വിത്ത് 6 സ്ഫിയേഴ്സ് ഇൻ ഇറ്റ്സ് ഓൺ ലെയർ. അതായത് CCPയിലും HCHCയിലും ഓരോ സ്ഫിയർ, അതായത് ഒരു ലെയറിലുള്ള ഒരു ആറ്റം ഇറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് 6 സ്ഫിയർ ഇൻ ഇറ്റ്സ് ഓൺ ലെയർ. അതിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള 6 ആൾക്കാരുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ 6 ഒറ്റ ലെയറിൽ തന്നെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. 1 2 3 4 5 6 തൊട്ടടുത്തുള്ള 6 ആൾക്കാരുമായിട്ട് ഒരേ ലെയറുള്ളതും ആൻഡ് 3 സ്ഫിയേഴ്സ് ഇൻ ദ അപ്പർ ലെയർ. നമ്മൾ മുകളിൽ വയ്ക്കുമ്പോൾ 3 സ്ഫിയേഴ്സ് ഇൻ ദ അപ്പർ ലെയർ ആൻഡ് 3 സ്ഫിയേഴ്സ് ഇൻ ദ ലോവർ ലെയറിലും അവർ ടച്ച് ചെയ്യുന്നത് കൊണ്ട് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് HCP ആൻഡ് CCP ഇസ് 12. നമുക്കറിയാം ഇവരെ ബേസ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ക്ലോസ്. അപ്പം താഴെയുള്ള ആൾക്കാർ 6 ആൾക്കാർ. ഇനി ഇതിൻ്റെ മുകളിലല്ല നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഈ മുകളിൽ 3 ആൾക്കാർ നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ 3 ആൾക്കാരെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിൽ 3 ആൾക്കാരായിട്ട് അവർ ടച്ച് ചെയ്യുന്നുണ്ട്. താഴെ അതേപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഓൾ ടുഗെദർ എത്ര ഉണ്ടാവും? 6 7 8 9 10 11 12 അല്ലേ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിപ്പം പറഞ്ഞു, ഇപ്പോൾ ഇയാളെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എനിക്കറിയാം ഇയാൾക്ക് ഇത്രയും ആളായിട്ട് ബന്ധമുണ്ടോ അല്ലേ. 1 2 3 4 5 6. ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്തത്, ഇവരെ ഡിപ്രഷനിലായിരുന്നല്ലോ വെച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഇയാൾ വീണ്ടും എത്ര ആളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും? വീണ്ടും അതേപോലെ ഇയാൾ ഈ താഴെ കിടക്കുന്ന ആളല്ലേ എന്തൊക്കെ 1 2 3 മുകളിൽ 3 ആൾക്കാരായിട്ട് ഇയാൾക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലുണ്ടാവുമല്ലോ, നമ്മളിപ്പം പേപ്പറല്ലേ വെച്ചത്. അപ്പോൾ ഇതിൻ്റെ താഴെയും അയാൾ എന്തായിട്ടുണ്ടാവും? വീണ്ടും 3 ആൾക്കാർ. അപ്പോൾ ഓൾ ടുഗെദർ 6 + 3 + 3 ദാറ്റ് ഈസ് 12 ഉണ്ടാകും. CCPയിലും അതേപോലെ തന്നെയാണ്. ഇനി നമ്മൾ സിമ്പിൾ ക്യൂബ് ഉണ്ടല്ലോ, ഇൻ ദ സിമ്പിൾ ക്യൂബ് പാർട്ടിക്കിൾ, നമുക്കറിയാം സിമ്പിൾ ക്യൂബിൻ്റെ പ്രത്യേകത എന്താ? Particle occupies the 8 corners of a cube. Therefore, if we consider the space lattice, നമ്മൾ മൊത്തത്തിലുള്ള ക്രിസ്റ്റൽ കൺസിഡർ ചെയ്യുമ്പോൾ each particle touches 6 adjacent particles. Hence, the coordination number of each particle is 6. പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ക്യൂബിക്കിൽ എന്താ പ്രത്യേകത? കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അപ്പോൾ ഈ കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കിളെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് 6 adjacent particles. Hence, it is known as the coordination number of simple cubic is 6. നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത്. ഇനി BCC എന്ന് പറഞ്ഞാൽ ബോഡി സെൻറ്റേർഡ് ക്യൂബിക്. ഈ ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഒരു പാർട്ടിക്കിൾ ബോഡിയിലും ഉണ്ടാവും. BCC ബോഡി സെൻറ്റേർഡ് ക്യൂബിക്, a particle in the center touches 8 corner particle. പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇൻ BCCയിൽ a particle in the സെൻറ്ററിലാണല്ലോ ഉള്ളത്. അത് 8 കോർണേഴ്സിലെ പാർട്ടിക്കിളായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഇനി അടുത്ത എന്താ? ദ ഫേസ് സെൻറ്റേർഡ് FCC. ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ എന്താ? FCC. അപ്പം നമുക്കറിയാം ഫേസ് സെൻറ്ററിൽ ഓരോ ഫേസിലും അല്ലേ. ഈ ഫേസ് സെൻറ്ററിൻ്റെ പിക്ചർ നോക്കിയാൽ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആവുക. അത്ര കൺഫ്യൂസ്ഡ് അല്ല, എന്നാലും നമുക്ക് ആ 3 ഡയമെൻഷനിൽ ചിന്തിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. എനിക്കത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് 3 ഡയമെൻഷനിലായിട്ട് ഒരു പിക്ചർ വെച്ചിട്ട്. സോ ഐ വിൽ ഷോ ദ 3 ഡയമെൻഷണൽ പിക്ചർ. In a face-centered cubic, each particle is surrounded by 12 others. 12 other particles ആയിട്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഇതൊരു പിക്ചറിൽ കാണാം. Hence the coordination number is 12. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് നിങ്ങളുടെ ബുക്കിൽ ഇപ്പം തന്നെ നോട്ട് ചെയ്തേക്കുക. ലാറ്റിസ് ടൈപ്പ് കോർഡിനേഷൻ നമ്പർ. സിമ്പിൾ ക്യൂബിക്കിൽ 6 ആണ്. നമ്മളിപ്പോൾ ക്യൂബിൽ ആ 8 കോർണേഴ്സ് അല്ലേന്നൊന്നും വിചാരിക്കരുത്. ഇൻ സിമ്പിൾ ക്യൂബിക് ഈച്ച് പാർട്ടിക്കിൾ is contact with 6 other. So the coordination number is 6
ആൻഡ് ബോഡി സെൻറ്ററിൽ 8 ആണ്. ഫേസ് സെൻറ്റേർഡ് അതായത് FCC ഓർ CCPയിൽ നമുക്കറിയാം 12 ആണ്. HCPയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 12 ആണ്. FCC, CCP ആൻഡ് HCP എന്നൊക്കെ ചോദിച്ചാൽ 12 ആണ്. ആകെ ഇവിടെ സിമ്പിൾ ക്യൂബിക്കും ബോഡി സെൻറ്റേർഡും മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ഡയമെൻഷൻ്റെ കാര്യങ്ങളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് 1-2 പ്രോബ്ലം ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെയുള്ള പ്രോബ്ലമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? നല്ല ക്വസ്റ്റ്യനാണ്. എ കോമ്പൗണ്ട് ഇസ് ഫോംഡ് ബൈ 2 എലിമെൻറ്റ്സ്. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, 2 എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കുക എക്സ് ആൻഡ് വൈ. ആറ്റംസ് ഓഫ് ദ എലിമെൻറ്റ് വൈ ആസ് ആനയോൺസ് മേക്കപ്പ് CCP അറേഞ്ച്മെൻ്റ് ആണ്. ആൻഡ് ദോസ് ഓഫ് ദ എലിമെൻറ്റ് എക്സ് ഓക്യുപ്പൈ ഓൾ ദ, ഞാൻ പറഞ്ഞല്ലോ സൈസിൽ ഡിഫറൻസ് ഉണ്ടാകും, ആരെങ്കിലും വോയിഡ് കയറി നിൽക്കും. സോ ആൻഡ് ദോസ് ഓഫ് ദ എലിമെൻറ്റ് എക്സ് ഓക്യുപ്പൈ ഓൾ ദ ഒക്ടാഹീഡ്രൽ വോയിഡ്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്? അപ്പോൾ ഇതിലാദ്യം നോക്കുക ആരാണ് HCPയിൽ അല്ലെങ്കിൽ ആരാണ് CCP. ദ ആറ്റംസ് ഓഫ് ദി എലിമെൻറ്റ് വൈ ഓക്യുപ്പൈസ് CCP. വൈ എന്തെല്ലാം ഓക്യുപ്പൈ എന്ന് CCP. ആൻഡ് ദോസ് ഓഫ് ദ എലിമെൻറ്റ് എക്സ് ഓക്യുപ്പൈ ഓൾ ദ ഒക്ടാഹീഡ്രൽ വോയിഡ്. എല്ലാ ഒക്ടാഹീഡ്രൽ വോയിഡും ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് ആര്? എക്സ്. വൈ ആണെങ്കിൽ CCPയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് CCP അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓടി വരണം. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ABC ടൈപ്പ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. CCP ലാറ്റിസ് ഇസ് ഫോം ബൈ ദ എലിമെൻറ്റ് വൈ. അപ്പം നമുക്കറിയാം the number of octahedral generated will be equal to the number of atoms of Y present in it. കാരണം Y ആണ് CCPയിലുള്ളത്. നമ്മൾ പഠിച്ചില്ലേ, ഇഫ് n number of spheres forms a crystal arrangement, 3-dimensional closed pack arrangement, then there will be n number of octahedral voids and 2n number of tetrahedral void ഉണ്ടാവും അല്ലേ? n number of octahedral voidum 2n number of tetrahedral voidsഉം ഉണ്ടാവും. അപ്പം ഇതിലിപ്പം n എന്ന് പറയുന്നത് y ആണ് അല്ലേ? y ആണ് CCPയിലുള്ളത്. അപ്പം y പാർട്ടിക്കിൾസ് ഇങ്ങനെ CCP അറേഞ്ചിലുണ്ട്. അപ്പോൾ അതിൽ എത്ര ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടാവും? അതിൽ എത്ര y ഉണ്ടോ അത്ര തന്നെ ഒക്ടാഹീഡ്രൽ വോയിഡും അതിൽ ട്വൈസ് ദി നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡും ഉണ്ടാവും. അപ്പോൾ 2y നമ്പർ ഓഫ് ശരിക്കും ടെട്രാഹീഡ്രൽ വോയിഡ്സും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ y ഇസ് ഫോമിങ് ദ CCP അറേഞ്ച്മെൻറ്റ് ആൻഡ് എക്സ് ഒക്യുപ്പൈസ് ദി ഒക്ടാഹീഡ്രൽ വോയിഡ്. എത്ര ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ട്? അപ്പോൾ ദി നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ് ജനറേറ്റഡ് വുഡ് ബി ഈക്വൽ ടു ദി നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വൈ പ്രസൻറ്റ്. എത്ര ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ടോ, എത്ര വൈ ആറ്റംസ് ഉണ്ടോ അത്രയും ഒക്ടാഹീഡ്രൽ വോയിഡ്. ഇനി ഓൾ ദ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ആർ ഒക്യുപ്പൈഡ് ബൈ ഏത് ആറ്റമാണ്? എക്സ് ആറ്റം. സോ their number would also be equal to the element y. അതായത് y ആണ് CCPയിൽ. y CCPയിലാകുമ്പോൾ y ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ y നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ട്. അപ്പം എത്ര y പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ട്. അവിടെയൊക്കെ ആര് കയറി നിൽക്കുന്നുണ്ട്? എക്സ് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്ര y ഉണ്ടോ അത്ര തന്നെ ആരും ഉണ്ട്? എക്സും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് y ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒരു 10 y ഇങ്ങനെ ഫോം ചെയ്തിട്ട് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ എത്ര തന്നെ വോയിഡ്സ് ഉണ്ടാവും? അതിൽ 10 തന്നെ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. 10 ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. അവിടെ എത്ര എക്സ് ഉണ്ടാവും? ആ ഒക്ടാഹീഡ്രൽ വോയിഡിലൊക്കെ എക്സ് ഉണ്ടാവും. അപ്പോൾ എക്സിൻ്റെ സെയിം നമ്പർ തന്നെ വൈയും ഉണ്ടാവും. അപ്പോൾ ഈ കോമ്പൗണ്ട് ഫോർമുല എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സും വൈയും ആണ്. കാരണം എക്സ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരു CCP ഇപ്പോൾ അതുണ്ടാക്കുന്ന ഒക്ടാഹീഡ്രൽ വോയിഡിൽ വൈ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. സോ അവിടെ എത്ര വൈ ഉണ്ടാവും? സെയിം നമ്പർ ഓഫ് എക്സ്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, കുറച്ചുകൂടെ മനസ്സിലാവും. ദ ആറ്റംസ് ഓഫ് എലിമെൻറ്റ് The atoms of element B form HCP lattice and those of the element A occupy 2/3 of the tetrahedral void. What is the formula of the compound, the element A and B? അപ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? ആറ്റം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആറ്റംസ് ഓഫ് ദ എലിമെൻറ്റ് ബി ആണ് എന്ത് ഫോം ചെയ്യുന്നത്? HCP. സിമ്പിളാട്ടോ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ചിന്തിക്കാൻ. ആൻഡ് A occupies 2/3 of the
ടെട്രാഹീഡ്രൽ വോയിഡ്. ഇപ്പം ബി ആണ് HCP ഫോം ചെയ്യുന്നത്. BX ആണെങ്കിൽ BX ആണെങ്കിൽ എത്ര ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടാവും? 2x ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടാവും. 2x ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടാവും. പക്ഷേ എ എത്ര ഒക്യുപ്പൈ ചെയ്യുന്നത്? 2 × 2/3 അല്ലേ? 2x, അതായത് BX ആണെങ്കിൽ എ എത്ര ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ? ഈ ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ 2/3 എക്സ് ആര് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്? എ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ A:B ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് 2 × 2/3 എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? 4/3 എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ 4x ഇസ് ഈക്വൽ ടു 3x, ഓർ നമുക്ക് എന്ത് പറയാം? 4:3. A:B എന്ന് പറയുന്നത് എന്താണ്? 4:3 ആണ്. അപ്പോൾ ഇവരെ ഫോർമുല എന്താണ് വരിക? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് ടെക്സ്റ്റിൽ ഇല്ല, ടെക്സ്റ്റ് പാക്കിലുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മുടെ ഇൻടെക്സ്റ്റിലായിട്ട് കണ്ടിട്ടില്ല. എ സോളിഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 എലിമെൻറ്റ്സ് എക്സ് ആൻഡ് വൈ. ഒരു സോളിഡ് ഉണ്ടായിരിക്കണം എക്സ് ആൻഡ് വൈ. വൈ ആർ ഇൻ CCP. അപ്പം തന്നെ എഴുതിയേക്കാം വൈ ഈസ് ഇൻ CCP while x atoms are at the tetrahedral sites അല്ലേ? അപ്പം നമുക്ക് ആകെ അറിയുന്നത് y CCPയിലാണ് അല്ലേ? y CCPയിലാന്ന് പറഞ്ഞാൽ എത്ര y ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും? ഒക്ടാഹീഡ്രൽ വോയിഡും ട്വൈസ് ദി നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സും ഉണ്ടാവും. അപ്പം എക്സ് ആറ്റം എവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത്? എക്സ് ആറ്റം ഇസ് ഒക്യുപ്പൈഡ് അറ്റ് ടെട്രാഹീഡ്രൽ സൈറ്റ്. അപ്പം നമുക്ക് x:y എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം y എന്ന് പറയുന്നത് ഇപ്പോൾ നമ്പർ ഓഫ് y ഉണ്ട്, നമ്പർ ഓഫ് y ഉണ്ട്, അല്ലെങ്കിൽ നമ്പർ ഇത് നമ്പർ ഓഫ് y ഉണ്ടെങ്കിൽ നമുക്കറിയാം എത്ര നമ്പർ ഓഫ് x ഉണ്ടാവും? x ആണ് ടെട്രായിഡ്. 2n നമ്പർ ഓഫ് x, ഓർ വി ക്യാൻ സേ ദാറ്റ് 2:1 x:y എന്ന് പറയുന്നത് എന്താ? 2:1, ഓർ ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഇസ് x2y1. കണ്ടോ? 2x y. ഇതാണ് ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. കാര്യം മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ എഴുതിയാലും മതി. നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ എക്സ് വെച്ചിട്ട് എഴുതിയാൽ മതി. ഇപ്പം y CCP ആണെങ്കിൽ വി നോ ദാറ്റ് ദർ ആർ x നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ? എക്സ്, അപ്പം x:y ഇത് പാർട്ടിക്കിളാണ്. x:y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര y ഉണ്ട്? y ആണ് CCP ഉള്ളത്. അപ്പം x നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. എത്ര ടെട്രാഹീഡ്രൽ വൈറ്റ്സ് ഉണ്ട്? 2x നമ്പർ ഓഫ് എക്സും എക്സും കോമൺ അല്ല. അപ്പോൾ x:y ഈസ് ഈക്വൽ ടു 2:1 or x2y1 is the formula of the compound. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പം നമുക്കിന്ന് ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. കാരണം ആ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണിത്. കാരണം അതിൽ നമ്മൾ ആ വോയിഡ്സ് പറയാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്നൊന്ന് ആ വോയിഡ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് HCP CCP എന്ന് ഇപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു. എത്ര വോയിഡ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു, കോർഡിനേഷൻ നമ്പർ പറഞ്ഞു, 2 പ്രോബ്ലം ചെയ്തു. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻസിലിടൂ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.